അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ലാസ്റ്റ് ആൻസറിന് നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ എടുത്ത് എഴുതാം കേട്ടോ. അതായത് എല്ലാ പ്രോബ്ലം ഇങ്ങനെ എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്, എക്സ് ലെസ് ദാൻ 0 ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആണ് 0യുടെയും എക്സ് 2ന്റെ ഇടയിൽ, ഗ്രേറ്റർ ദാൻ 2ന്റെ അവിടെ 1 ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രോബ്ലം ഇങ്ങനെ ഒരു ഇന്റർവെല് വരുന്ന മാത്രം പ്രോബ്ലത്തിന് നമുക്ക് അങ്ങനെ മാറ്റി എഴുതാം. ഇനി 2-3 ഇന്റർവെല് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെ തരാം. ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ക്വസ്റ്റ്യൻ എഴുതാം. ഞാനിപ്പോൾ ഈ ഒരു കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു സ്ഥിതി മനസ്സിലാക്കാനാണ്, ഒരു വൃത്തികെട്ട സ്ഥിതിയാണത്, ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്നതാണ്, നമ്മളെല്ലാവരും കൺഫ്യൂഷൻ ആക്കുന്നതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നുള്ള ടോപ്പിക്. അപ്പോൾ ആ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, സോറി, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ. അറിയില്ല, ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക. ചിലപ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ കൂടും, ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. എഴുതാം. ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഞാൻ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്, സോറി പബ്ലിക് ആക്കിയിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഞാൻ അങ്ങനെ പബ്ലിക് ആക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്കൊരു വില ഉണ്ടായി പോകില്ലേ അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഞാനത് ആ ഒരു ഇതൊന്ന് കമ്പനിയിലൊക്കെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സബ്സ്ക്രൈബേഴ്സിന് ഒരു 10,000 ആക്കാനുള്ളൊരു തന്ത്രം. ഞാനിതുവരെ ഒന്നും നോക്കാറുണ്ടാവില്ല, പിള്ളേരെ എണ്ണം കൂടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടാവില്ല. ഇപ്പോഴാണ് എങ്ങാനും ഇത്രയും ആയില്ലേ, ഒരു വരുമാനമെങ്കിലും മേടിക്കണ്ടേന്നുള്ള ചിന്ത തോന്നിയത്. എല്ലാവരും ഒരുപാട് ആഡ് ചെയ്ത് വേണ്ടിയിട്ട് 2 വർഷമായി, പക്ഷെ ഞാൻ നോക്കാറില്ലായിരുന്നില്ല. ഇതേപോലെ ഇപ്പോൾ ഈ സൂര്യനോട് പറഞ്ഞതിന് ശേഷമാണ് ഈ കമ്പനിയിൽ അതിലില്ല എന്ന് പറഞ്ഞത്. അതൊരു പ്രശ്നമാണ്. ഒരു മാത്സ് മാത്രമായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ S4 മാത്സ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് EC-ക്കാർക്കും നിങ്ങളൊക്കെ ഒരുപാട് PSC പോസ്റ്റുകൾ വിളിക്കുന്നുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൂ. ഈ പോളിടെക്നിക്കിലൊക്കെയുള്ള ലെക്ചർമാരില്ലേ, പോളിടെക്നിക്കിൽ ലെക്ചർ ആവാൻ വേണ്ടിയിട്ട് BTech ക്വാളിഫിക്കേഷൻ മതി. MTech നെറ്റോ അങ്ങനെയൊന്നും ആവശ്യമില്ല, ഗേറ്റ് ഒന്നും എടുക്കണമെന്ന് ആവശ്യമില്ല. ജസ്റ്റ് BTech ഉണ്ടെങ്കിൽ പോളിടെക്നിക്കിൽ ലെക്ചർ എന്നുള്ള പോസ്റ്റിലടക്കം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ചിന്തിക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും പാസ്സാവുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു 14 ദിവസം കൂടെ ഉള്ളൂ, 13 ദിവസം കൂടെ ഉള്ളൂ നമുക്ക്. ആ 13 ദിവസം വർക്ക് ചെയ്യുക. ഇനി അധികം ദിവസമൊന്നുമില്ല, 13 ഇന്നാന്ന് പറഞ്ഞ് പോകട്ടെ, പെട്ടെന്ന് പോകും 13 ദിവസം. ഓക്കെ, 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പരമാവധി മാക്സിമം ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ഒരു 5 ദിവസമെങ്കിലും നമുക്ക് പഠിക്കാൻ കിട്ടണം, എങ്കിലത്തെ കാര്യമുള്ളൂ. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുക. കഴിഞ്ഞ ടോപ്പിക്കുകൾ പരമാവധി എടുത്ത ടോപ്പിക്കുകൾ കവർ ചെയ്യുക. ഇപ്പോൾ ഞാൻ മറ്റുള്ള ബ്രാഞ്ചുകാർക്ക് 5ഉം 6ഉം കഴിഞ്ഞിട്ടുണ്ട്. 5ഉം 6ഉം നന്നായിട്ട് വർക്ക് ചെയ്താൽ 40 മാർക്ക് നമുക്ക് കിട്ടി. അപ്പോൾ 40 മാർക്ക് ആയിട്ടോ. അപ്പോൾ അതൊന്ന് ചിന്തിക്കുക, നിങ്ങൾ തന്നെ പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ EC-ക്കാർക്ക് 6ാമത്തെ യൂണിറ്റും അതുപോലെ 3rd മോഡ്യൂൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എടുത്ത ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ തന്നെ ഒരു 30ഉം 20ഉം 50 മാർക്കുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ആയിട്ടോ. മനസ്സിലായോ? EC-ക്കാരുടെ പറഞ്ഞേ, ഞാൻ പറഞ്ഞ എടുത്ത ടോപ്പിക്ക് മാത്രം കവർ ചെയ്യണമെങ്കിൽ 6ാമത്തെ യൂണിറ്റിൽ ഒരു 30 മാർക്ക് കിട്ടും. അതുപോലെ 3ാമത്തെ യൂണിറ്റിൽ ഒരു എത്ര മാർക്കാണ്, ഒരു 20 മാർക്കെങ്കിലും കിട്ടും. അല്ലെങ്കിൽ 15, 20 വേണ്ട, 15 മാർക്കിനുള്ള സാധനമായിട്ടുണ്ട് ഇപ്പോൾ. ഇനി ആ സെൻട്രൽ ലിമിറ്റ് ചേർക്കണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10-20 മാർക്കിനുള്ളതാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട്
എടുക്കുന്ന ടോപ്പിക്ക് പെട്ടെന്ന് കവർ ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കി പോകണ്ട. നമുക്ക് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആൻസർ ചെയ്ത് നോക്കാം. നിനക്ക് സമയമില്ലാത്തതാണ് കഴിഞ്ഞ വർഷം പറ്റിയത്, അപ്പോൾ അതുണ്ടാവരുത്. ഓക്കെ എന്തായാലും പഠിക്കുക തന്നെ, പരമാവധി ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു കിട്ടിയില്ലെങ്കിൽ ആൻസർ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മിക്കതും നാളെ മുതൽ ഞാൻ ഇരിക്കാം, ഞാൻ ആൻസർ ഷീറ്റ്, അതായത് ന്യൂമറിക്കലിൻ്റെ ആൻസർ ഞാൻ തന്നെ ചെയ്തുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, എൻ്റെ ഒരു കാൽക്കുലേറ്റർ ഇല്ല, ഞാൻ കാൽക്കുലേറ്റർ ഒന്ന് സംഘടിപ്പിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിത് തിരിച്ചു വരാം. അപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നേക്കാണ്, താഴെ എഴുതാം. ഇഫ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഗിവൺ ബൈ ax 0 less than or equal x less than or equal to 1, comma a 1 less than or equal to x less than or equal to 2, comma അടുത്തത് 3a minus ax, ഒരു വൃത്തിയായിട്ട് ക്വസ്റ്റൻ ആണ്. 2 less than or equal to x less than or equal to 3, അടുത്ത 0 otherwise. താഴെ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ, എയുടെ വാല്യൂ കാണും. 2 ഫൈൻഡ് CDF, CDF കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നാണ്. എന്താണ് CDF എന്ന് പറഞ്ഞ മീനിങ്? CDF എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല, കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. ക്ലിയർ? കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ആദ്യം എയുടെ വാല്യൂ കാണാം, കുറച്ച് റിസ്ക് ആണ് എയുടെ വാല്യൂ കാണാം. അപ്പോൾ എയുടെ വാല്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്ന റൂൾ പ്രകാരം, നമ്മുടെ റൂൾ പ്രകാരം എന്താ എയുടെ വാല്യൂ കാണുന്നത്? ഇന്റഗ്രൽ -∞ to ∞ f of x dx ഈക്വൽ ടു 1 കൊടുക്കുന്നു അല്ലേ? ആണല്ലോ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നോക്ക്, തുടങ്ങുന്നത് 0 എന്നാണ്, അവസാനിക്കുന്നത് 3 എന്നല്ല ലിമിറ്റ്. അതിന് തന്നെ പല സെക്ഷനായിട്ടാണ് കൊടുത്തേക്കണേ. അപ്പോൾ അതേപോലെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇന്റഗ്രൽ 0 to 1 വരെ ax dx ആണ്, കണ്ടോ? പ്ലസ് ഇന്റഗ്രൽ 1 മുതൽ 2 വരെ a dx ആണ്, കണ്ടോ? അടുത്തതോ പ്ലസ് ഇന്റഗ്രൽ 2 മുതൽ 3 വരെ 3a മൈനസ് ax dx എന്നാണ്. അങ്ങനെ പല സ്ഥലത്തും പല ലിമിറ്റാണ്. അത് ഈക്വൽ ടു 1 എന്നാണ് കൊടുക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5 ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ്റെ മനസ്സിലാക്കാനാണ് ഈ ക്വസ്റ്റ്യൻ തന്നത്. 0 to 1 വരെ ax dx അത് എഴുതി, പ്ലസ് 1 to 2 വരെ a dx, പ്ലസ് 2 to 3 വരെ 3a മൈനസ് ax dx, അതാണ് ഈക്വൽ ടു 1. അപ്പോൾ -∞ to ∞ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ ആണോ? ശരിക്കും അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്, ഞാൻ എഴുതാത്തതാണ്. അതായത് -∞ മുതൽ 0 വരെ ആരാണ്? 0 dx എന്നാണ്. അതിൻ്റെ അപ്പോൾ ആവശ്യമില്ലല്ലോ. അതർവൈസ് മറ്റുള്ള കേസിലൊക്കെ 0 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്ന ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇതുവരെ എഴുതിയില്ല, മാറ്റോട്ടെ. മനസ്സിലായത് ചെയ്തത്? സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലായല്ലോ? ഓരോ ഇന്റർവെല്ലിന് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ആദ്യത്തിന് ax²/2, അതിൻ്റെ ലിമിറ്റ് 0 to 1 കേട്ടോ. പ്ലസ് രണ്ടാമത്തിന് ax, അതിൻ്റെ ലിമിറ്റ് 1 to 2. പ്ലസ് മൂന്നാമത്തേന് 3ax മൈനസ് ax²/2, അതിൻ്റെ ലിമിറ്റ് 2 to 3 ഈക്വൽ ടു 1. കുറച്ച് പണിയുണ്ട്. എക്സ് കാണുന്നിടത്തൊക്കെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കേട്ടോ. ഓരോന്ന് ബ്രാക്കറ്റ് ഇട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ a × 1² മൈനസ് ലോവർ ലിമിറ്റ് 0, അത് കഴിഞ്ഞു. പ്ലസ് അടുത്തതിൽ ഇവിടെ അപ്പർ ലിമിറ്റ് 2 ആണ്, a × 2 മൈനസ് a × 1. ഓക്കെ ആണോ? എക്സിന് 2 കൊടുത്തു, എക്സിന് 1 കൊടുത്തു. പ്ലസ് എക്സിന് 3 ആണ് കൊടുക്കേണ്ടത്, 3a × 3 മൈനസ് a × 3² ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് അതിൻ്റെ ലോവർ ലിമിറ്റ് എക്സിന് 2 ആണ്, അപ്പോൾ 3a × 2 മൈനസ് a × 2² ഈക്വൽ ടു 1. ഒന്ന് മനസ്സിലാക്കുക, നോക്കുക, ശരിയാണോ നോക്കാം.
അപ്പോൾ എ ഇൻറ്റു 1/2 ആണ്. അപ്പോൾ a/2 പ്ലസ് ഇവിടെ 2a മൈനസ് എ. ഓക്കെ അല്ലേ? പ്ലസ് ഇവിടെ 3 ഇൻറ്റു 3 ആണ് 9a മൈനസ് 9a/2 കേട്ടോ. 9a മൈനസ് 9a/2 പ്ലസ് അല്ല മൈനസ് ആണ്. ഇവിടെ 6a മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/2 പറഞ്ഞാൽ 2 വരും. അപ്പോൾ 2a ഈക്വൽ ടു 1. ഈ ബ്രാക്കറ്റുകളെല്ലാം ഓപ്പൺ ചെയ്യണേ. അപ്പോൾ a/2 പ്ലസ് 2a മൈനസ് a എന്ന് പറഞ്ഞാൽ a പ്ലസ് 9a മൈനസ് 9a/2 മൈനസ് 6a മൈനസ് 2a എന്ന് പറഞ്ഞാൽ 4a ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? ഏറ്റവും എളുപ്പം എന്ന് പറയട്ടെ. ഏറ്റവും എളുപ്പം എത്തുന്ന ഈ ഏനായിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കാൽക്കുലേറ്ററിൽ കൂട്ടിക്കും. പിന്നെ റിസ്ക് ഇല്ല. 1/2 പ്ലസ് 1 പ്ലസ് 9 മൈനസ് 9/2 മൈനസ് 4 ഈക്വൽ ടു 1. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. എ ഇൻറ്റു എല്ലാം കൂടി കാൽക്കുലേറ്റർ അടിച്ചേ. അതല്ലേ നല്ലത്. നമ്മൾ ഓരോന്ന് അടിച്ച് നോക്കണേക്കാളും നല്ലത് എല്ലാം കൂടി കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്തു. അപ്പം പിന്നെ വലിയ റിസ്ക് ഇല്ല. ടു വന്ന് അത്ര സിമ്പിളാണ്. ഓക്കെ 2a ഇൻറ്റു 2 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 3, എയുടെ വാല്യൂ 1/2 ആയി. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. കാൽക്കുലേറ്ററിൽ ഒരുമിച്ച് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ 2 കിട്ടും. അല്ലെങ്കിൽ 9 1 10, 10 4 പോയ 6, മൈനസ് 1/2 മൈനസ് 9/2 പറഞ്ഞാൽ മൈനസ് 8/2 മൈനസ് 4, 6 മൈനസ് 4 എന്ന് വരും 2 വരും. അത് ഞാൻ ചെയ്യുന്നില്ല. ഇനി f(x)ന് എടുത്ത് എഴുതാം. f(x)ന്റെ വാല്യൂ എന്തായാലും പറഞ്ഞാൽ ആദ്യത്തെ എന്തായിരുന്നു? ax അല്ലേ? ax ആണ് അല്ലേ? അതായത് എയുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ. കോമ 0 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1. അടുത്ത വാല്യൂ ഇത്ര എ, അതായത് 1/2 ആണ്. 1 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 2. അടുത്ത എത്ര? 3a മൈനസ് ax അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 1/2 അപ്പോൾ 3/2 മൈനസ് x/2 അങ്ങനെ എഴുതട്ടെ. കുഴപ്പമില്ലല്ലോ. എനിക്ക് 1/2 കൊടുക്കുമ്പോൾ 3/2 മൈനസ് x/2. അവിടെ 2 ലെസ് താൻ ഓർ ഈക്വൽ എക്സ് ലെസ് താൻ ഓർ ഈക്വൽ 3, 0 അതർവൈസ്. ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടാ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഫംഗ്ഷൻ. ഇനിയാണ് നമ്മൾ ടേണിംഗ് പോയിന്റ്, നമ്മുടെ മെയിൻ സാധനം. നമ്മളിപ്പോൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിച്ചത് അതാണ് പറയാൻ പോകുന്നത്. CDF ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. CDF എഴുത ബ്രാക്കറ്റിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മെനക്കേട് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഒരൊറ്റ ഇൻ്റർവെല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പ്രോബ്ലം അവസാനിച്ചു. ഒരു പ്രാവശ്യം ഇൻ്റഗ്രേഷൻ ചെയ്തുള്ളൂ. ഇവിടെ എന്താ പ്രത്യേകിച്ച്? നമുക്ക് 3 ഇൻ്റർവെൽ ഉണ്ട്. 1 2 3. ഓക്കെ, 3 ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ 5 കേസ് എഴുതണം. നമ്മൾ ഒരു ഇൻ്റർവെല്ലിൽ വരുന്ന കേസാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ എഴുതിയ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് എടുത്തെഴുതാണ്. ക്യാപിറ്റൽ f(x)ന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തെഴുതിയത് ഇങ്ങനെയായിരുന്നു. 0 if x less than 0 then 4/3 3/4 into 2x minus x square. കഴിഞ്ഞ പ്രോബ്ലം കേട്ടോ. 0 ലെസ് താൻ or equal x ലെസ് താൻ or equal to 1 if x greater than 2. ഇങ്ങനെ എഴുതിയ ഓർമ്മയുണ്ടോ? ഈ രണ്ടെണ്ണം എല്ലാത്തിനും ചുമ്മാ എഴുതുന്നതാണ്. അതുകൂടാഞ്ഞിട്ട് ഒരു ഇന്റർവെലിന്റെ പ്രോബ്ലത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ഇന്റഗ്രേഷൻ ചെയ്തുള്ളൂ. ഓക്കെ, ഇവിടെ 3 ഇന്റഗ്രലിന്റെ പ്രോബ്ലം ഉണ്ട്. കണ്ടോ, 3 ഇന്റർവെൽ ഉണ്ട്. കണ്ടോ, 3 ഇന്റർവെൽ കണ്ടോ. അതുകൊണ്ട് നമ്മൾ 3 പ്രാവശ്യം ഇന്റഗ്രേഷൻ ചെയ്യണം. അവിടെ 3 പ്രാവശ്യം നമ്മളവിടെ ഇന്റഗ്രേഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ 3 കേസ് വേണേ. അതുകൂടാഞ്ഞിട്ട് ഈ പറഞ്ഞ രണ്ടെണ്ണം കൂടി ചേർത്ത് അങ്ങനെ 5 കേസ് വേണം. അപ്പോൾ കേസ് 1 ഞാനതിനെ 5 കേസാക്കാണ്. കേസ് 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസാണ്. അത് ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ f(x)ന്റെ വാല്യൂ 0 ആണ്. ഇഫ് തുടക്കം 0 അല്ലേ,
എക്സ് ലെസ് ദാൻ 0. 0ക്ക് മുമ്പ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അതിൽ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഓക്കെ ആണോ? മനസ്സിലായോ? എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെയാണ്. തന്നിരിക്കുന്ന ഇന്റർവെൽ എവിടെയാണ് തുടങ്ങുന്നത് അതിന്റെ മുമ്പ് വരെ ആ ഫംഗ്ഷന്റെ വാല്യൂ 0. ഓക്കെ. കേസ് 2 ശ്രദ്ധിക്കണേ. കേസ് 2 ഏതാണ് ഇന്റർവെല്? കേസ് 2ന്റെ ഇന്റർവെൽ ഏതാ? ഇത് കേട്ടോ. ഇത് നമ്മൾ എടുക്കുകയാണ്, ഈ സാധനം എടുക്കുകയാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് എടുക്കുന്നത് നമ്മുടെ ഇന്റർവെല്. നമ്മളെടുത്ത ഇന്റർവെൽ ഇതാണ്. അപ്പോഴുള്ള എഫ് ഓഫ് എക്സ് എത്രയാ? 1/2x ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഈ ഫോർമുല എഴുതുന്നുണ്ട്. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല. അടുത്ത സ്റ്റെപ്പ് മുതലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ശ്രദ്ധിക്കണേ. ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എഴുതാൻ പോവാണ്. ഓക്കെ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എഴുതാണേ. ഇതിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? അപ്പോൾ ഇന്റഗ്രൽ 0 to x എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇത്രയും കൊടുത്താൽ മതി. ലോവർ ലിമിറ്റ് ആണ് നോക്കേണ്ടത്. അപ്പർ ലിമിറ്റ് നമ്മൾ നോക്കണ്ട. അപ്പർ ലിമിറ്റിന് പകരം എക്സ് കൊടുക്കുന്നു. ഓക്കെ ആണോ? അപ്പർ ലിമിറ്റിന് പകരം നമ്മൾ എക്സ് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യന് ഇന്റഗ്രൽ 0 to x എഫ് ഓഫ് എക്സ് എത്ര എഴുതുന്ന സമയത്ത് 1/2 എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഓക്കെ ആണോ? ഈക്വൽ ടു, ഞാൻ മാറ്റിട്ട് മുകളിൽ എഴുതട്ടെ, എഴുതണുണ്ട്. ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 to x ആണ്. അപ്പോൾ എക്സ് തന്നെ കൊടുക്കുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് 0. അപ്പോൾ ആൻസർ എക്സ് സ്ക്വയർ ബൈ 4 എന്ന് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ കേസിൽ വലിയ പ്രശ്നമില്ല. അതിൻ്റെ വാല്യൂ എത്ര കിട്ടി? എക്സ് സ്ക്വയർ ബൈ 4 എന്ന് കിട്ടി. അടുത്ത കേസ് പറയാണ് കേസ് 3 കേട്ടോ. കേസ് 3 പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ചെറിയൊരു കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. നമുക്ക് പിന്നെ എല്ലാ പ്രോബ്ലം ചെയ്യാം. കേസ് 3 പറയുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് അല്ലേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമ്മുടെ റൂൾ പ്രകാരം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല പറയുന്നത് ഇന്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് പറയുന്നത് അല്ലേ? ഇതല്ലേ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എഴുതിയത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കാണാം, സ്മോൾ എഫ് ഓഫ് എക്സിനെ -∞ മുതൽ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. പക്ഷെ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന ടേണിംഗ് പോയിന്റ്. ശ്രദ്ധിക്കുക, നമ്മൾ 1 to 2 ആണ് കാണുന്നത് അല്ലേ? ആണോ? നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ഇന്റർവെല്ലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. രണ്ടാമത്തെ ഇന്റർവെല്ലിന്റെ അവിടെ മാത്രം എക്സ് കൊടുക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയാൻ പോകുന്ന ഇതാണ്. ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്ന ഇനിയുള്ള സ്റ്റെപ്പ് മുതലാണ്. നമ്മൾ എടുക്കേണ്ടത് -∞ മുതൽ എക്സ് വരെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇതിന് വീണ്ടും നമ്മൾ 1 to 2 എന്ന് എടുത്താലും ഇന്റഗ്രൽ 0 to എക്സ് സോറി അത് എഴുതണ്ട, അതെന്താണെന്ന് എഴുതാം. 1 to 2 എന്ന് എടുത്താലും നമ്മൾ ഇവിടെ മുതൽ തുടങ്ങണം. 1 to 2 എന്ന് എടുത്താലും നമ്മൾ തുടക്കം ഇവിടെ മുതൽ തുടങ്ങണം, 0 തന്നെ തുടങ്ങണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, നോക്കാം. ആദ്യം ഇന്റഗ്രൽ 0 to 1 എഴുതുന്നു. 1/2 എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ അടുത്തത് 1 നിന്ന് തുടങ്ങുന്നു. 1 to 2 എന്ന് എഴുതുന്ന 1 to 2 എന്ന് എഴുതുന്നതിന്റെ അവിടെ എക്സ് കൊടുക്കുന്നു. എത്രയാണ്? 1/2. അതായത് അടുത്ത കേസ് വരുമ്പോൾ തൊട്ട മുമ്പത്തെ കേസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നു. ഇതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൺഫ്യൂഷൻ ആക്കുന്നത്. അതും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ എഴുതാൻ. അല്ലാണ്ട് 1 to 2ന്റെ കാര്യം മാത്രമല്ല നമ്മൾ പറയുന്നത്. 1 to 2ന്റെ കാര്യം മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത്. അതിന് മുമ്പത്തെ സ്റ്റെപ്പിലുള്ള ലിമിറ്റ് ഒറിജിനൽ ലിമിറ്റ് കൊടുത്ത് എഴുതാം. 0 to 1 1/2 എക്സ് ഡി എക്സ് എഴുതുന്നു പ്ലസ് 1 to എക്സ് 1/2 ഡി എക്സ്. ഇത് ഇവിടെ നിൽക്കട്ടെ, ഞാൻ ചെയ്യുന്നില്ല, ഒരു മിനിറ്റ് നിങ്ങൾ എഴുതല്ലേ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത കേസ് ഒന്ന് പറയാൻ വയ്ക്കുക. ഇത് ഞാൻ ഇപ്പോൾ വായിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. അത് നിങ്ങൾ എഴുതല്ലേ. അടുത്ത കേസ് 2 to 3 ആണ് നമ്മൾ എടുക്കണമെന്ന് വയ്ക്കുക. ഈ ഒരു ഇന്റർവെൽ എടുക്കാന്ന് വെച്ചു. ആ ഇന്റർവെൽ എടുക്കുമ്പോൾ നമ്മൾ ചിന്ത ചെയ്യേണ്ടത് ഇന്റഗ്രൽ 0 to 1
1/2 എക്സ് ഡി എക്സ് ഇത് എഴുതുന്നു പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 1/2 ഡി എക്സ് ഇത് എഴുതുന്നു പ്ലസ് ഇൻ്റഗ്രൽ 2 to 3 എന്ന് പറയുന്നില്ല, അവിടെ എന്ത് കൊടുക്കുന്നു? എക്സ് കൊടുക്കും. അപ്പോൾ ഏകദേശം ഇപ്പം സംഗതി ഇവിടെ എഴുതിയോ ചെയ്യേണ്ടത്? അതായത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ അവസാനത്തെ ലിമിറ്റിൽ മാത്രം എക്സ് കൊടുക്കുന്നു. അങ്ങനെ ഒരു 10 ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ 10 പ്രാവശ്യം നമ്മൾ ചെയ്യണം. അപ്പോൾ 10 പ്രാവശ്യം ഓരോന്ന് കൂട്ടി 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 ഇങ്ങനെ കൊണ്ടുവരണം. ഓക്കെ, അക്യുമുലേറ്റിന്റെ അർത്ഥം തന്നെയാണ് സം ചെയ്ത് എഴുതുക. ഓരോ കേസ് ഓരോ ഇന്റർവെല്ലിൽ സം ചെയ്ത് കൊണ്ടുവരാം. കുമുലേറ്റീവിന്റെ മീനിങ് അത് തന്നെയാണ്. നമ്മുടെ സ്കൂളിലൊക്കെ കുമുലേറ്റീവ് റെക്കോർഡ് ഉണ്ട്. കുമുലേറ്റീവ് റെക്കോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷംനാഥിന്റെ ഒന്ന് സൗണ്ട് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂളിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ടീച്ചർമാർ അതിൽ രേഖപ്പെടുത്തും. അതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് റെക്കോർഡ്. അതായത് ഓരോ സംഭവങ്ങളും തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ ഇന്റർവെല്ലിൽ സം ചെയ്ത് പോലെ കൊണ്ടുവരണം. എത്ര ഇന്റർവെൽ ഉണ്ടോ അത് ഞാൻ പറഞ്ഞു. ഒരു ഇന്റർവെൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെന്നില്ല, വളരെ സിമ്പിളാണ്. 2 ഇന്റർവെൽ വരുമ്പോൾ ആദ്യത്തെ ഇന്റർവെൽ എഴുതി അതിന് 0 to x കൊടുക്കുന്നു. അടുത്ത ഇന്റർവെൽ വരുമ്പോൾ 0 to 1 കൊടുത്ത് അടുത്തതിന് എക്സ് കൊടുക്കുന്നു. ഇനിയൊരു ഇന്റർവെൽ ഉണ്ടെങ്കിൽ 2 എഴുതിയിട്ട് മൂന്നാമത്തേന് എക്സ് കൊടുക്കുന്നു. ഇനിയൊരു ഇന്റർവെൽ ഉണ്ടെങ്കിൽ 3 എഴുതിയിട്ട് നാലാമത്തേന് എക്സ് കൊടുക്കുന്നു. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഏറ്റവും വലിയത് ഇതാണ്, ഈ ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യാം. നമുക്ക് സമയം ഓക്കെ, ഈ ഒരു ക്വസ്റ്റൻ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നമ്മളിപ്പോൾ എഴുതിയത് കേസ് 2ലാണ് എഴുതുന്നത്. കേസ് 2 നിങ്ങൾ ഇതുവരെ എഴുതിയില്ലേ? ഇതുവരെ എഴുതി മനസ്സിലായല്ലോ? കേസ് 3 എഴുതാം. കേസ് 3 എന്ന് പറഞ്ഞത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ഒരു ഇന്റർവെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിലും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എഴുതുന്നത് ഇന്റഗ്രൽ -∞ to x വരെ എഴുതണം. അതായത് തുടക്കം മുതൽ എഴുതി വരണം. 0 to 1 ആദ്യത്തത് ഡി എക്സ്, 1 to 2 രണ്ടാമത്തതാണ്, പക്ഷെ 1 to x എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തെ ലിമിറ്റ് ആണ് നമ്മുടെ സൈഡ് ബൈൻസ് ഹെഡിങ് എഴുതിയ അല്ലേ, അതിന് ഇവിടെ എക്സ് കൊടുക്കുന്നു. അപ്പോൾ 1 to x 1/2 dx എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് എഴുതാം. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈക്വൽ ടു 1/2 into x²/2 ലിമിറ്റ് 0 to 1. അവിടെ 1/2 into x ലിമിറ്റ് 0 to x. അപ്പോൾ അവിടെ x വരുന്നുണ്ട്. ഇതിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 into 1/2 പ്ലസ് 1/2 into x. ആൻസർ 1/4 പ്ലസ് x/2 എന്ന് കിട്ടി കേട്ടോ. 1/4 പ്ലസ് x/2. ഓക്കെ ആണോ? സോറി, രണ്ടാമത്തെ ചെറിയൊരു പ്രശ്നമുണ്ട്. 0 to x അല്ല, ഞാൻ മുകളിൽ എഴുതുന്നുണ്ട്, ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇന്റഗ്രേഷൻ മുകളിൽ എഴുതുന്നുണ്ട്. ഈക്വൽ ടു 1/2 into x²/2 ലിമിറ്റ് 0 to 1 പ്ലസ് 1/2 into x ലിമിറ്റ് 0 to 1 അല്ല, തെറ്റിപ്പോയി, 1 to x ആണ് കേട്ടോ. അപ്പോൾ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആൻസർ 1/2 into ഇവിടെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 പ്ലസ് 1/2 into x - 1 വരും കേട്ടോ. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 പ്ലസ് 1/2 into x മൈനസ് 1/2. അപ്പോൾ കാൽക്കുലേറ്ററിൽ 1/4 1/2 എന്ന് കുറച്ച് 1/4 മൈനസ് 1/2 ഒന്ന് ചെയ്ത് എത്ര വരുന്നത്? ഇതാണ് കിട്ടുന്നത്. ഓക്കെ, കേസ് 4 പറയുന്നത് 2 to 3 ആണെന്ന് പറയുന്നെങ്കിൽ നമ്മൾ ഇത് മുതൽ എഴുതി വരണം കേട്ടോ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നോക്കാം, ഇത് മുതൽ എഴുതി വരാം. 0 to 1 1/2 x dx എഴുതുന്നു പ്ലസ് 1 to 2 1/2 dx എഴുതുന്നു പ്ലസ് 2 to 3 എന്ന് എഴുതുന്നില്ല. 2 to 3ക്ക് ഈ ഒരു കേസിന് പകരം എന്ത് കൊടുക്കുന്നു? എക്സ് കൊടുക്കുന്നു. വ്യത്യാസം മനസ്സിലായോ? 2 to x 3/2 മൈനസ് x/2 dx എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1/2 into x²/2 ലിമിറ്റ് 0 to 1 പ്ലസ് 1/2 into x ലിമിറ്റ് 1 to 2
പ്ലസ് 3/2 ഇൻറ്റു എക്സ് മൈനസ് 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് 2 to x. ലിമിറ്റ് കൊടുക്കാം. അപ്പം നമുക്ക് 3x/2 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് 5/2 എന്ന് കിട്ടിയിട്ടാ. ഇനി ലാസ്റ്റ് കേസിൽ കേസ് 5 എന്നുള്ളത് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ് അല്ലേ, ഗ്രേറ്റർ ദാൻ 3 അവസാനത്തെ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്കുള്ളത്. അത് എത്രയാണ്? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ടോട്ടൽ വാല്യൂ 1 ആവും കേട്ടോ. ഇനി എല്ലാം കൂടി ഒരുമിച്ച് എഴുതണേ. സോറി, മൈനസ് 5/4 ആണ് വരുന്നത്. അവസാനം ഈ വാല്യൂസ് എന്ന് എഴുതാണ് നമ്മൾ മനസ്സിലായോ ചെയ്തത്. എക്സ് ലെസ് ദാൻ 0 അവിടെ 0 ആണ്. 0 എക്സ് ലെസ് ദാൻ 1. രണ്ടാമത്തെ കേസ് എക്സ് സ്ക്വയർ ബൈ 4 ആണ്. മൂന്നാമത്തെ കേസ് 1/2x മൈനസ് 1/4 ആണ്. നാലാമത്തെ കേസ് ഇങ്ങനെയാണ്. അഞ്ചാമത്തെ കേസ് 1. എല്ലാ പ്രോബ്ലത്തിലും അവസാനത്തെ കേസ് 1 എഴുതാം, സ്റ്റാർട്ടിങ് കേസ് 0 എഴുതാം. ഈ ഇടയിലുള്ള 3 ഇൻ്റർവെല്ലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തേന് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ആദ്യത്തേന് ചെയ്യുമ്പോൾ 0 to x എടുക്കുന്നു. രണ്ടാമത്തേന് ചെയ്യുമ്പോൾ 0 to 1 1 to x എടുക്കുന്നു. മൂന്നാമത്തെ ചെയ്യുമ്പോൾ 0 to 1 1 to 2 2 to x എടുക്കുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് ഈ ക്വസ്റ്റ്യൻ തന്നത്. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്താണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നുള്ളത് ഇത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ചോദിക്കാറുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല. ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ഇത് എളുപ്പമാണ്, വലിയ റിസ്ക് ഇല്ല. കൂട്ടൽ മാത്രമേ ഉള്ളൂ, ഇൻറ്റഗ്രേഷൻ ഇല്ലാത്തതുകൊണ്ട്. ആദ്യത്തെ 2 വാല്യൂ കൂട്ടും, അടുത്ത 3 വാല്യൂ കിട്ടും, അടുത്ത 4 വാല്യൂ കിട്ടും. മനസ്സിലായോ? ഇത് ഞാൻ മാറ്റോട്ടെ. ഇത് എഴുതിയില്ല എല്ലാവരും. ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ നമ്മൾ ചെയ്തില്ല. അതായത് നമ്മൾ പ്രോബബിലിറ്റിയുടെ കേസ് ഇങ്ങനെ തന്നിരുന്നു അല്ലേ, 0 1 2 3 ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ A 2A 3A 4A ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ വരുമ്പോൾ വളരെ സിമ്പിളാണ്. ഓരോ കേസ് കൂട്ടിയാൽ മതി. അതായത് എ എഴുതാം ആദ്യത്തിൽ, രണ്ടാമത്തിൽ A + 2A അപ്പോൾ 3A, മൂന്നാമത്തിൽ A + 2A + 3A അപ്പോൾ 5 എത്ര 3 3 6A അല്ലേ. നാലാമത്തിൽ A + 2A + 3A + 4A മനസ്സിലായി 10A. അങ്ങനെ കൂട്ടി